മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സിംഗിനും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പോർട്ടൽ, അതായത് LBS സെന്റർ, കേരള ഗവൺമെന്റിന്റെ LBS സെന്ററിന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ജൂൺ 11 തുടങ്ങി ജൂലൈ 2 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയവും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആരും ധൃതി പിടിച്ച് അപ്ലിക്കേഷൻ കൊടുക്കരുത്. അമാന്തിച്ച് വളരെ പതുക്കെയും അപ്ലിക്കേഷൻ കൊടുക്കരുത്. നിങ്ങൾ ഏറ്റവും ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഏറ്റവും അമാന്തിച്ചും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഏറ്റവും അവസാനത്തെ ദിവസത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സെർവർ ഡൗൺ ആയാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഏറ്റവും അവസാന നിമിഷം ഇന്റർനെറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിലോ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം കൊടുക്കാൻ വേണ്ടി ആരും വെച്ചേക്കരുത്. അതുകൊണ്ട് രണ്ട് എക്സ്ട്രീമിനും പോവണ്ട. ഏറ്റവും ആദ്യം കൊടുക്കണ്ട, ഏറ്റവും അവസാനം കൊടുക്കണ്ട. ഒരു മിഡിൽ ആവുമ്പോൾ, ഒരു അവസാനം 2-3 ദിവസമൊക്കെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ വേണ്ടി റെഡിയാക്കുക. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടും. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടും നിങ്ങൾ കാറ്റഗറി കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. കാരണം SC/ST വിഭാഗക്കാർക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ ഫീയിലുള്ള ഇളവുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപ്ലിക്കേഷൻ ഫീ ഇളവ് വേണോ, നിങ്ങൾക്ക് തരണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ടൈമിലാണ്. അപ്പൊ കാറ്റഗറി കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫീ അടക്കുക എന്നുള്ളത്. അപ്പൊ ഓൺലൈനും ഫീസ് അടക്കാം, അല്ലാതെയും ഫീസ് അടക്കാം. ചെലാൻ എടുത്തിട്ട് നമ്മൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ശാഖകളിലും ഫീസ് അടക്കാം. പക്ഷെ അപ്ലിക്കേഷൻ ഓൺലൈൻ തന്നെയാണെന്ന് പറഞ്ഞു. ഫീസ് അടക്കാൻ 2 വിധത്തിലും സൗകര്യമുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കാറ്റഗറി അടിസ്ഥാനത്തിലാണ് ഫീസ് അടക്കാനുള്ള പോർട്ടലിൽ നമുക്ക് സൗകര്യം തെളിഞ്ഞു വരുന്നത്. നിങ്ങളുടെ കാറ്റഗറി SC ആണെങ്കിൽ ST ആണെങ്കിലോ നിങ്ങൾക്ക് 400 റുപ്പീസ് എന്നുള്ള കണക്കിനാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 800 റുപ്പീസ്. ബാക്കി എല്ലാ വിഭാഗക്കാർക്കും 800 റുപ്പീസ് ആണ് അടക്കേണ്ടത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ കാറ്റഗറി കൊടുത്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ഫീസ് അടക്കേണ്ട സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ടും ഫീ അടക്കാൻ പറ്റും, ഓഫ്ലൈൻ അതായത് നമ്മൾക്ക് ചലാൻ വഴിയും ഫീസ് അടക്കാം. ലോഗിൻ ചെയ്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ID-യും പാസ്വേഡും ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങൾ വരുത്തിയ ചേഞ്ചസ് സേവ് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് അത് തന്നെ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് അടുത്ത ബാക്കി ഫില്ലപ്പ് ചെയ്യാൻ പറ്റും, പിന്നെയും സേവ് ചെയ്യാൻ പറ്റും, അടുത്ത ദിവസം അതിന്റെ ബാക്കിയും ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഏറ്റവും അവസാനം ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫൈനൽ സബ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ എത്തുള്ളൂ. ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. എപ്പോഴും വർക്ക് ചെയ്യുന്ന മൊബൈലും വർക്ക് ചെയ്യുന്ന ഇമെയിൽ IDയും തന്നെ കൊടുക്കണം. കാരണം ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അതുവഴിയായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ റെഡിയാക്കി വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എന്ന് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയും. കാരണം നിങ്ങളുടെ സുഹൃത്തിന്റെ നോക്കിയിട്ട് അതുപോലെ മാത്രം സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ റെഡിയാക്കേണ്ടത്. നിങ്ങളുടെ സുഹൃത്തിന് ചിലപ്പം ആനുകൂല്യങ്ങൾ വേറെ ആയിരിക്കും, വേറെ ഒരു കാറ്റഗറി ആയിരിക്കും. നിങ്ങൾ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ വേറെ ആയിരിക്കും. അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത്. അതായത് ഇന്ന ആനുകൂല്യത്തിന് ഞാൻ അർഹനാണെന്നുള്ള ക്ലെയിമുകൾ, ആ ക്ലെയിം അത് നിങ്ങളിപ്പോ ഒരാൾ SC ആണ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യണം. വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് അവിടുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം തരും. ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് മാറ്റാനും നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ വരുത്താനും ഉള്ളൊരു സമയവും തരുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാം നല്ലതായിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് അന്നേരം നോക്കാം. ഇപ്പം നമ്മൾ നന്നായി ചെയ്യുക, അതല്ലേ ഏറ്റവും നല്ലത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതിന്റെ സ്കാൻ എടുത്തു, അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ സ്കാൻ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു.
അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ഓരോ ദിവസവും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് അതിനകത്ത് റെഡിയാക്കി വെക്കാം. ഏറ്റവും അവസാനം മാത്രമേ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിന്റെയും സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് ഒന്നും കൂടെ നോക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് ഫീസ് അടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓൺലൈൻ ഫീ നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ സക്സസ്ഫുൾ എന്നുള്ളൊരു വേർഡ് എഴുതി കാണിക്കും. സക്സസ്ഫുൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് സക്സസ്ഫുൾ ആണെന്ന് ഉറപ്പുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓൺലൈൻ ഫീസ് അടക്കുന്നവർക്ക് ഉടനെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടർന്നു പോകാം. ബാങ്കിൽ പോയി അടക്കുന്നവർക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഫീസ് അടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നിങ്ങളുടെ നെറ്റ് കട്ടാവോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതിൽ ഇന്ററപ്ഷൻ വരുവാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ വിചാരിക്കുകയോ എന്റെ പൈസ പോയെന്ന് വിചാരിച്ച് വേവലാതിപ്പെടും. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ പൈസ അങ്ങോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പേയ്മെന്റ് ഓപ്ഷൻ എടുത്ത് ഒന്നും കൂടെ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഫീസ് അടച്ചവര് ആപ്ലിക്കേഷൻ നമ്പറും ചെലാൻ നമ്പറും ഫീസ് അടച്ച തീയതിയും കൊടുത്താണ് നിങ്ങൾ അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കൊടുത്തിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID പിന്നീട് ലഭിക്കുന്നത്. ആ രജിസ്ട്രേഷൻ ID, ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇവ നൽകിയാൽ മാത്രമേ അവരുടെ പോർട്ടലിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഘട്ടം രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ഫീ അടക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഘട്ടമാണ് എല്ലാം അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്ലോഡ് ചെയ്യാന്നുള്ളതിന് ഞാൻ പറഞ്ഞു ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ഇതിന്റെയൊക്കെ സോഫ്റ്റ് കോപ്പിയാണ് വേണ്ടത് JPEG ഫോമാറ്റിൽ. പിന്നെ ഉള്ളതെല്ലാം സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പീസ് ആണ്. ആ സ്കാൻഡ് കോപ്പീസ് എല്ലാം തന്നെ നിങ്ങൾ റെഡിയാക്കി വെച്ച് അപ്ലോഡ് ചെയ്യേണ്ടത്. അതാണ് മൂന്നാം ഘട്ടം. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷന് വേണ്ടി ഉടനെ പോയി ക്ലിക്ക് ചെയ്യണ്ട. എല്ലാം വെരിഫൈ ചെയ്ത് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ മറക്കരുത്. ഫൈനൽ സബ്മിഷന് മുൻപേ നിങ്ങളുടെ ക്ലെയിമുകളെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുള്ള നിങ്ങൾക്കുള്ള ചാൻസ് ഈ പ്രാവശ്യം മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. പറയാനുള്ള ഒരു കാര്യം, അക്കാദമിക് ഡേറ്റ നൽകുമ്പോൾ 2026 മുമ്പ് പാസ്സായിട്ടുള്ളവരും CBSE, ICSE എന്നീ ബോർഡുകളിലോ മറ്റ് സംസ്ഥാന ബോർഡുകളിലോ പഠിച്ച് 2026 മുൻ വർഷങ്ങളിലോ പാസ്സായവരുണ്ടാവും. അവർക്ക് +2 ലഭിച്ച മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ ചോദിക്കും മാർക്ക്, അത് കൊടുക്കേണ്ടതാണ്. 2026 അധ്യയന വർഷം +2 പരീക്ഷ എഴുതിയ കേരള HSC, VHSC അപേക്ഷാർത്ഥികൾ മാർക്ക് ഓൺലൈനായി നൽകേണ്ടതില്ല. അവർ ഹാൾ ടിക്കറ്റ് നമ്പർ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അക്കാദമിക് ഡേറ്റ കൊടുക്കുമ്പോൾ 2026 മുമ്പ് പാസ്സായിട്ടുള്ളവരും CBSE, ICSE, ISC എന്നീ സിലബസിൽ പഠിച്ചവരും അങ്ങനെയുള്ളവര് മറ്റ് സംസ്ഥാന ബോർഡുകളിലുള്ളവരും അവരൊക്കെ മാർക്ക് കൊടുക്കണം. പക്ഷെ കേരള HSC, VHSC അപേക്ഷാർത്ഥികൾ മാർക്കിന് പകരം ഹാൾ ടിക്കറ്റിന്റെ നമ്പർ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഫൈനൽ സബ്മിഷൻ നടത്തി കഴിയുമ്പോൾ അക്നോളജ്മെന്റ് പേജിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. അക്നോളജ്മെന്റ് കിട്ടും, ആ പേജിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇപ്പൊ സബ്മിറ്റ് ചെയ്തു, ജൂലൈ 2 ശേഷം അവിടെ നിന്ന് അവർ വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കൊടുത്ത ഇന്ന സർട്ടിഫിക്കറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് മാറ്റി സബ്മിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയം കുറച്ച് തരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. SC, ST കാർക്ക് അതിനവര് ആ സർട്ടിഫിക്കറ്റ് വെച്ച് അതിനവർ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഫീ അടച്ച് ജനറൽ കാറ്റഗറിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം പിന്നീടാണ് നിങ്ങൾ കോളേജിന്റെ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്യുക. അടുത്ത ഘട്ടത്തില് ഏതാണ് നല്ല കോളേജുകള്,
എവിടെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇനി അടുത്ത ഘട്ടത്തിൽ പതിയായിരിക്കും പറയുന്നത്. അതായത് ഫസ്റ്റ് ഇതിന്റെ ബേസിസിൽ, നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇടും. റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരിക. ഓപ്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് പല കോളേജസിലോട്ട് അലോട്ട്മെന്റ് കിട്ടുന്നത്. അതും മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെയും അലോട്ട്മെന്റ് ഇടും, അതിനുശേഷവും അലോട്ട്മെന്റ് ഇടാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ ആദ്യം എന്ന ക്രമത്തിൽ നിങ്ങൾ അവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കണം. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം കൂടിയ കോളേജുകളെ ആദ്യമായിട്ട് കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടാവണം. നേരത്തെ ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ടും 5-10 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻസ് കൂടുതൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയി പോകും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് വരാൻ കഴിയാതെ പോകും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഫോമാറ്റിൽ തന്നെ പോകണം. അതിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫോമാറ്റ് സ്റ്റേറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് തന്നെ പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കണം. ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ എന്തൊക്കെ സംവരണങ്ങൾ ഉണ്ട് നേഴ്സിങ്ങിന് എന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം, അടുത്ത് തന്നെ കാണാം. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.